ഹായ് ട്രേഡേഴ്സ്, സാൻഡ് ബോക്സ് USDTയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് എങ്ങനെ നമുക്ക് ക്യാച്ച് ചെയ്യാം എന്നായിരുന്നു ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു അനാലിസിസ്, അതുകൊണ്ട് കുറച്ച് സമയം ഈ ഒരു വീഡിയോ കാണും. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ക്യാച്ച് ചെയ്യാം, നമ്മൾ ലോജിക്ക് വൈസ് ചിന്തിച്ച് കഴിഞ്ഞാൽ BTC ആണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. BTC ചാർട്ടാണ് ഫസ്റ്റ് അനാലിസ് ചെയ്യേണ്ടത്. BTC സത്യത്തിൽ ഇപ്പോൾ ഒരു സൈഡ് വേസ്, അപ്പോൾ അത് ഓക്കെ, നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ്. അതിനുശേഷം സൈഡ് വേസ് കുറച്ചുകൂടെ വലിയ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ചാർട്ട് എടുക്കുക. ഡെയിലി ചാർട്ടിനകത്ത് BTCയുടെ ചാർട്ട് എന്ന് പറയുന്നത് ഓക്കെ, ഈ ഒരു ഡിമാൻഡ് സോണിൽ സപ്ലൈ സോണിൽ നിന്ന് ഡൗൺ വേസ് ആണ് മാർക്കറ്റ് നോക്കുന്നത്. റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുക, പക്ഷേ വലിയ ഡൗൺ വേസ് ഒന്നും ഞാൻ എക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഓക്കെ, വലിയ ഡൗൺ മൂവ്മെൻറ്റ് ഞാൻ വിചാരിക്കുന്നില്ല, പെട്ടെന്നൊരു ഡൗൺ മൂവ്മെൻ്റ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും മാർക്കറ്റ് ഈ ഒരു സ്ട്രോങ് ക്യാനിലെ ബേസ് ചെയ്ത് സൈഡ് വേസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കോറായിട്ടുള്ളൊരു ഐഡിയ. ദെൻ നമ്മൾ സാൻഡ് ബോക്സിൻ്റെ ചാർട്ടിലേക്ക് വരികയാണ്. സാൻഡ് ബോക്സിൻ്റെ 1 hour ചാർട്ട് എടുക്കാം. അതിന് സാൻഡ് ബോക്സിനകത്ത് നല്ലൊരു റിജക്ഷൻ കിട്ടി. അതിനുശേഷം ഓവറോൾ സെൻറ്റിമെൻറ്റ് ഡൗൺ വൈസ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെയാണ് ഒന്ന് ക്യാച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഒന്ന് ക്യാച്ച് ചെയ്തിരിക്കാതിരിക്കാൻ നല്ലത്. കാരണം ക്യാൻഡിൽസ് ഉണ്ടല്ലോ, സ്ട്രെങ്ത് വളരെ കുറവാണ്. വീക്ക് ക്യാൻഡിൽസാണ് ഇവിടെ എല്ലാം ഫോം ചെയ്യുന്നത്. ഗ്രീൻ ക്യാൻഡിൽസ് എല്ലാം വീക്ക് ആയതുകൊണ്ട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും നോക്കുന്നില്ല. ഇപ്പം നിലവിൽ സെൻറ്റിമെൻറ്റ്സ് ഡൗൺ വൈസ് ആണ്. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തല്ല, ഹൈഡ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഐഡിയ വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇതൊരു സപ്ലൈ ഡിമാൻഡ് സോണായിരുന്നു. നമ്മൾ ചാർട്ട് കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ 1 day ചാർട്ടിലേക്ക് എടുക്കാം. സാൻഡ് ബോക്സിന് 1 day ചാർട്ട് എടുത്തതിന് ശേഷം ഓക്കെ, ഒരു ലോങ് ടൈമിലേക്ക് അത്യാവശ്യം ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ തന്നെ ആയിരുന്നത്, നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ചെറിയൊരു 1 hour ചാർട്ടിലേക്ക് എടുക്കുന്നു. ഈ ഒരു സോണിനെ നമ്മൾ ബേസ് ചെയ്ത് വെച്ചുകൊണ്ട് എൻട്രി പൊസിഷൻസ് നോക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു എൻട്രി എടുക്കാൻ തന്നെ റീസൺ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇടുന്ന എൻട്രി എടുത്തത്. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ ലോജിക്ക് അറിയാം. ലോജിക്ക് അധികം ആൾക്കാർക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. വരുന്ന വീഡിയോയിൽ അത് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ബൈയിങ് നടന്നിട്ടുണ്ട്. നല്ല സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു ഏരിയയിൽ ഇൻഎഫിഷ്യൻറ്റ് ബൈയിങ് നടന്നിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചുകൂടെ മീളോറ്റി കയറ്റി വിടും. കാരണം ഈ ഒരു സോണിലേക്ക് എന്തായാലും മാർക്കറ്റ് എത്തിക്കുക എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ട്രിക്കാണ്. കാരണം അവർക്ക് ഇവിടെ ബൈയിങ് നടത്തണം, എന്നിട്ട് വീണ്ടും സെല്ലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതായിരുന്നു ഐഡിയ. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബിഗിനറായിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു 15 മിനിറ്റിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, 15 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു സോൺ എന്തായാലും ബിഗിനർ ട്രേഡേഴ്സ് മനസ്സിലാക്കും. റെസിസ്റ്റൻസ് സപ്പോർട്ട് സോൺ, ഈ ഒരു സോൺ എന്തായാലും അവർക്ക് മനസ്സിലാവും. ചില മൂവ്മെൻറ്റ് ഒന്ന് റെസിസ്റ്റൻസിലും തട്ടാതെ തന്നെ റിജക്ഷൻ വരുന്നുണ്ട്, അത് നോർമലാണ്. അപ്പം ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ ഡൗൺ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്ത് ഇവിടെ നല്ല റിജക്ഷൻ കിട്ടി. അപ്പോൾ ഇത് അവർ കണ്ടു കാണാം. അടുത്ത വരാൻ നേരത്ത് ഇവിടെ ഒരു ക്യാൻഡിൽ ഇവിടെ ഇങ്ങനെ റിജക്ഷൻ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഈ ഒരു ഏരിയയിൽ തന്നെ ഷോർട്ട് പൊസിഷൻ നോക്കും. പക്ഷേ അത് തെറ്റാണ്. കാരണം മാർക്കറ്റിൽ നമ്മൾ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ലോജിക്കലായിട്ട് പ്രഡിക്റ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ വിചാരിക്കുന്ന മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗൺ ആകും, അതിന് യാതൊരു അർത്ഥമില്ല. അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ട് പിടിക്കും. ഒരു റീസൺ വേണം. നമ്മളൊരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായ റീസൺ വേണം. ചുമ്മാ ജസ്റ്റ് ഒരു ഡൗൺ മൂവ്മെൻറ്റ് വന്ന് ഇവിടെ സപ്പോർട്ടുണ്ട്, അത് തട്ടി നേരെ അങ്ങ് റിജക്ഷൻ നടക്കും എന്ന് പറയാൻ ചില കണ്ടീഷൻ നടക്കും, ഉറപ്പായിട്ട് നടക്കും. പക്ഷേ നമ്മൾ അത് മാത്രം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വലിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെയൊക്കെ നിന്ന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് മാത്രം നോക്കുന്നവർ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഇവിടെ ഈ ഒരു റേഞ്ച് ട്രേഡ് എടുക്കുന്നവരുടെ കാര്യം. ഇവിടെ ട്രേഡ് എടുക്കുവാണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടിട്ടായിരിക്കും ട്രേഡ് എടുക്കുന്നത്. ഇവിടെ ട്രേഡ് എടുക്കുന്നവർ ഉറപ്പായിട്ട് അവർക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. കാരണം സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ട്രേഡ് എടുക്കുന്നവർക്ക് ഉറപ്പായിട്ട് അവിടെ വെക്കാൻ പറ്റും. അവരെവിടെ ടാർഗറ്റ് വെക്കും, അവർ ഇതിൻ്റെ സിംഗിൾ ഓയിലിൻ്റെ ലോജിക്കൽ ടാർഗറ്റ് വെക്കാൻ പറ്റും. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഒന്നും പോലും ഇല്ല. ഇതാണ് പ്രശ്നം. അതേസമയം നമ്മുടെ ട്രേഡിങ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ, അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ 1 hour ചാർട്ടിലേക്ക് നോക്കുക. 1 hour ചാർട്ടിലേക്ക് നോക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ
നമ്മൾ എൻട്രി എടുക്കുക. ഇങ്ങനെ എൻട്രി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് വരച്ചാൽ അതിൻ്റെ 50% റേഞ്ച് നോക്കുക. അതിൻ്റെ ഒരു 50% നമ്മൾ എൻട്രി എടുക്കുക. ഈ പെട്ടെന്ന് എൻട്രി വേണമെന്നുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഗ്യാപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കുക. അപ്പോൾ പക്ഷേ റിസ്ക് റിവാർഡ് റേഷ്യോ വീണ്ടും കുറയും. നമ്മൾ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ട് ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാണ്ട്. അതേസമയം ഇവിടെ വെച്ചാൽ 17, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആക്കി എടുക്കുന്നവരുണ്ട്. പക്ഷേ എന്താ നമുക്കൊരു 50% റേഞ്ചിൽ തന്നെ വെക്കുക. ഇപ്പോൾ ഡീസൻ്റ് ആയിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടും. ട്രേഡ് എടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടം വരെ മാർക്കറ്റ് വരുന്നു യാതൊരു ഗ്യാരണ്ടിയില്ല. ഇപ്പോഴും എനിക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല മാർക്കറ്റ് ഇവിടെ വരുമെന്ന്. ഇതെല്ലാം ഒരു അനാലിസിസ് ആണ്. അപ്പോൾ ഓരോ സ്വിങ്ങിലും പ്രോഫിറ്റ് എടുത്ത് പോവുക. അപ്പോൾ ഇത് നല്ലൊരു സ്വിങ്ങാണ്, ഉറപ്പായിട്ട് ഇവിടെ വരുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഉറപ്പല്ല, ഏകദേശം ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഇവിടം വരെ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഫുൾ പ്രോഫിറ്റിലേക്ക് മാറുക. നമുക്ക് ഇനിയിപ്പോൾ മാർക്കറ്റ് എത്ര കണ്ട് റിവേഴ്സിൽ പോയാലും നമുക്ക് ലോസ് 100% നമുക്ക് ലോസ് വരില്ല. അപ്പോൾ ആ ഒരു സെറ്റപ്പിലേക്ക് വരിക. അതിനുശേഷം എന്തായാലും ഈ ട്രേഡ് ക്ലോസ് ആകുമ്പോൾ നമുക്കിനി പ്രോഫിറ്റേ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ചെയ്താലേ ട്രേഡിങ്ങിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയല്ല, ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും പല രീതിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പ് നോക്കാം. ഇത് ജസ്റ്റ് ബിഗിനർ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം ഇട്ടതാണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സിനുള്ള വീഡിയോ അല്ല ഇത്. ഓക്കെ, താങ്ക് യു.